സമസ്ത എന്ന് പറഞ്ഞത് ഞങ്ങളൊക്കെ മാതൃസംഘടനയാണ്. ആ സംഘടനയ്ക്ക് ഒരു കുഴപ്പമില്ല. ഡ്രൈവർമാർക്കാണ് കുഴപ്പം. ഇപ്പൊ അലിഫൈസിയുടെ BMW എവിടെയെങ്കിലും കൊണ്ട് കുത്തിയാല് നിങ്ങൾ പറയും ആ കാറ് വന്ന് കുത്തി. ആ കാറ് ഇരുമ്പാണ്, അതിന് കുത്താൻ കഴിയില്ല. അലിഫൈസിയാണ് കുത്തിച്ചത്. ഡ്രൈവർമാർക്കാണ് പ്രശ്നം. വണ്ടിയിൽ വൈകി കയറിയവരല്ല ദിശ നിർണയിക്കേണ്ടത്. അങ്ങനെയാണല്ലോ. വണ്ടിയിൽ വൈകി കയറി എടുത്ത ബൈക്കിന് കയറി അവന്ന് അങ്ങോട്ട് വിടുന്ന് പറയാൻ പറ്റൂല. ആദ്യം കയറിയവരുണ്ടാവും, അവര് പറയുന്നിടത്തേക്കാ വണ്ടി വിടേണ്ടത്. ഞാനും എന്റേതായ പങ്ക് വഹിച്ച് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സംവിധാനമാണ്. ഞാനും അതിന്റെ ഉടമസ്ഥതയിൽപ്പെട്ടാണ്. എന്റെ ഒരു ഭാഷയിൽ ധാരാളമായി പ്രവർത്തിച്ചിട്ടുണ്ട്. 974 മുതൽക്ക് ഞാൻ KR റഹ്മാൻ പറ്റി, അതുപോലെ ഇവിടെ ഇരിക്കുന്ന ഉസ്താദുമാർ, ഇവരെല്ലാം ഈ സമസ്തക്ക് വേണ്ടി സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതിനുശേഷം 10, 20, 30 വർഷങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പലരും വന്നു. ഈ വളരെ വൈകിയ സമയത്ത് കടന്നു വന്നവർക്ക് ഇതൊന്നും അറിയില്ല. വൈകി വന്നവരുണ്ടല്ലോ, അവർക്ക് ഇതൊന്നും അറിയില്ല. ഒരു ശുദ്ധീകരണം ആവശ്യമാണ്. ഞങ്ങളുടെ മാതൃസംഘടന സമസ്തയിൽ ഒരു ശുദ്ധീകരണം ആവശ്യമാണ്. ശുദ്ധീകരിക്കണം. ഇടയ്ക്ക് ഇപ്പോൾ വന്നിട്ടുള്ളതൊക്കെ നമുക്ക് വകഞ്ഞു മാറ്റാം, മാറ്റി നിർത്തണം. വേണ്ടാത്തവരെ മാറ്റി നിർത്തണം. എന്താ ഒരു കുഴപ്പം? എന്നിട്ട് ശുദ്ധീകരിച്ച് കൊണ്ടുപോകണം. സമസ്ത അവർക്കാർക്കും കൊടുക്കാൻ പാടില്ല. അത്തരക്കാരെയൊക്കെ മാറ്റി നിർത്തി സമസ്തയെ ശുദ്ധീകരിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ.